Hi dear students. So today we are going to start a new chapter. So this is our third chapter, right? In our last chapter we have studied about angiosperms. So angiosperms are flowering plants. So now we are going to study the different features of angiosperms in detail. So in this unit, that is in chapter 5, we are going to discuss the morphology of angiosperms, that is flowering plants. Okay, in our next unit, that is chapter 6, we will be dealing with anatomy of flowering plants. So you have to be familiar with these two terms, morphology and anatomy. So morphology means study of external features. അതിപ്പോൾ പ്ലാന്റിൻ്റെ ആയാലും ആനിമലിൻ്റെ ആയാലും സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, പുറത്തു നിന്ന് നമ്മളെ കാണുമ്പോൾ ഉള്ള ഫീച്ചേഴ്സ്, ദാറ്റ് ഇസ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്. External features in the study, that is morphology. And anatomy, that's the study of internal organs. So in this chapter we will be dealing with morphology of flowering plants. So morphology, that is the study of external features of organs of plants and their adaptations. Study of external features of organs of plants. Plants in the organs. Plants in the various organs ഉണ്ട് അല്ലേ, റൂട്ട്സ് ഉണ്ട്, സ്റ്റെം ഉണ്ട്, ലീഫ് ഉണ്ട്, ഫ്രൂട്ട് ഉണ്ട്, ഒരുപാട് ഓർഗാൻസ് ഉണ്ട്. സോ ഈ വേരിയസ് ഓർഗാൻസിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക, ദാറ്റ് ഇസ് മോർഫോളജി. ആൻഡ് ഓൾസോ ദെയർ അഡാപ്റ്റേഷൻസ്, അതെന്താണെന്ന് പറയാം. So morphology, it is a study of external features of organs of plants. So these various organs include root, stem, leaf, flower, fruits and seed. Then and their adaptations. Adaptations means ഈ ഓരോ ഓർഗാൻസും, ലീഫ് ആണെങ്കിലും സ്റ്റെം ആണെങ്കിലും റൂട്ട് ആണെങ്കിലും ഈ ഓരോ ഓർഗാൻസും ഓരോ സിറ്റുവേഷൻസിന് എങ്ങനെ അഡാപ്റ്റ് ചെയ്യുക, അതായത് ഓരോ സിറ്റുവേഷൻസിലും ഇവരെങ്ങനെ സർവൈവ് ചെയ്യും, ദാറ്റ് ഈസ് അഡാപ്റ്റേഷൻസ്. അതായത് ഇപ്പം നമ്മൾ പറയുക വാട്ടർ കുറവുള്ള ഒരു സ്ഥലത്ത് റൂട്ട്സ് എങ്ങനെ അഡാപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് മാർഷി ആയിട്ടുള്ള ചതുപ്പ് നിലങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ അഡാപ്റ്റേഷൻസ് എടുക്കും, അങ്ങനെ ഓരോ സിറ്റുവേഷൻസിലും സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ അഡാപ്റ്റഡ് ആവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് ഓർഗാൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ദെയർ അഡാപ്റ്റേഷൻസ്. വേരിയസ് ഓർഗാൻസിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ അഡാപ്റ്റേഷൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട് പാർട്സ് ഓഫ് ഫ്ലവറിങ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഫിഗർ 5.1. ഓക്കെ, ഒരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 മെയിൻ റീജിയൻസ്. ദ പാർട്ട് വിച്ച് ഈസ് ബിലോ ദ സോയിൽ, ദാറ്റ് ഈസ് കോൾഡ് റൂട്ട് സിസ്റ്റം. ദ പാർട്ട് ഓഫ് ദ ഫ്ലവറിങ് പ്ലാന്റ് below the soil, that is called the root system, and the part above the soil, that is called the shoot system. So a flowering plant has got 2 main regions. The part of the plant which is below the level of soil, below the soil, that is called the root system, and the part which is above the soil, that is called the shoot system. അല്ലേ, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലാന്റ് എടുത്ത് നോക്കിക്കോ, നിങ്ങൾ പ്ലാന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സോയിലിന് താഴെയുള്ള റീജിയൻ, ആ റൂട്ടൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ആ പാർട്ടാണ് റൂട്ട് സിസ്റ്റം. ദെൻ സോയിലിന് എബവ് ആയിട്ടുള്ള റീജിയൻ ആണ് ദാറ്റ് ഇസ് ഷൂട്ട് സിസ്റ്റം. ദെൻ ഫസ്റ്റ് നമുക്ക് റൂട്ട് സിസ്റ്റം നോക്കാം. Okay, so when we consider this root system, always there will be a main root. അല്ലേ, നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലാന്റ് എടുത്ത് നോക്കിക്കേ, ഏതെങ്കിലും ഒരു ചെടിയോ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെ ഒരു മെയിൻ റൂട്ട് സിസ്റ്റം ഉണ്ടാവും. ഓക്കെ, ദർ വിൽ ബി മെയിൻ റൂട്ട് സിസ്റ്റം അല്ല, മെയിൻ റൂട്ട് ഉണ്ടാവും. ദർ വിൽ ബി എ ബിഗ് റൂട്ട്, ദാറ്റ്സ് എ മെയിൻ റൂട്ട് വിൽ ബി പ്രസൻറ്റ്, ആൻഡ് ദിസ് റൂട്ട് ഈസ് നോൺ ആസ് പ്രൈമറി റൂട്ട്. This is primary root. Okay, ഒരു മെയിൻ റൂട്ട് ഉണ്ടാവും, that is primary root. Then from this primary root certain lateral roots will emerge. From this primary root lateral roots will emerge, and this lateral root will contain secondary roots and tertiary roots. അതായത് പ്രൈമറിന്ന് ഇങ്ങനെ വരും, വീണ്ടും അതിൽ നിന്ന് ചെറിയ ചെറിയ റൂട്ട്സ് ഒക്കെ ഫോം ചെയ്യും. ഓക്കെ,
ഓക്കെ, പ്രൈമറി റൂട്ടിൽ നിന്ന് സെക്കൻഡറി റൂട്ട്, പിന്നെ ചെറിയ ചെറിയ റൂട്ട്സ് ഫോം ചെയ്യുന്നത് നമ്മൾ ടെർഷ്യറി റൂട്ട്സ് എന്ന് പറയും. സോ ആ ഒരു സിസ്റ്റം, പ്രൈമറി റൂട്ടിൽ നിന്ന് ഫോം ചെയ്യുന്ന റൂട്ട് സിസ്റ്റം റൂട്ടിനെ നമ്മൾ പറയുന്നത് ദാറ്റ് ഇസ് ലാറ്ററൽ റൂട്ട്സ്. Okay, so lateral roots that will include secondary roots, tertiary roots, etc. And also some root hairs will be present. Okay, roots in the മുകളിൽ ചെറിയ ചെറിയ root hairs എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് സ്ട്രക്ചേഴ്സ് ആണ് root hairs. So root hairs will also emerge from this lateral roots. Okay, so ഇത്രയാണ് നമ്മുടെ ആ ഒരു റൂട്ട് സിസ്റ്റത്തിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത്. So there will be a primary root and this primary root will give rise to secondary roots or lateral roots. Okay, lateral roots or secondary roots. നിങ്ങളുടെ ടെക്സ്റ്റിൽ സെക്കൻഡറി റൂട്ട്സ് എന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ടേം തന്നെ പഠിച്ചാൽ മതി. പ്രൈമറി റൂട്ട്, സെക്കൻഡറി റൂട്ട്. ലാറ്ററൽ റൂട്ട് എന്നല്ല, സെക്കൻഡറി റൂട്ട് എന്നാണ് നമ്മുടെ ടെക്സ്റ്റിൽ വന്നേക്കുന്നത്. ഓക്കെ, സോ മെയിനായിട്ട് വരുന്ന റൂട്ട് പ്രൈമറി റൂട്ട്. പ്രൈമറി റൂട്ടിൽ നിന്ന് എമർജ് ചെയ്യുന്നത് ദാറ്റ് ഇസ് സെക്കൻഡറി റൂട്ട്. സോ ദീസ് ടു ടുഗദർ ഫോംസ് ദ പ്രൈമറി റൂട്ട് ആൻഡ് സെക്കൻഡറി റൂട്ട് ടുഗദർ ഫോം ദ റൂട്ട് സിസ്റ്റം. പ്രൈമറി റൂട്ടും സെക്കൻഡറി റൂട്ടും ദേ ടുഗദർ ഫോം ദ റൂട്ട് സിസ്റ്റം വിച്ച് ഈസ് പ്രസൻറ്റ് അണ്ടർ ദ സോയിൽ. ഇപ്പോൾ ഈ റൂട്ടിൽ റൂട്ട് ഹെയർസ് ഉണ്ട്, അതൊക്കെ നമ്മൾ ലേറ്റർ ഡിസ്കസ് ചെയ്യും. ഇനി എബവ് ദ ഗ്രൗണ്ട്, okay, above the ground level, that is above the soil, shoot system will be present. So this shoot system will consist of, first there will be a stem, right, a stem will be present. There will be a stem and this stem will be divided into some regions. സ്റ്റെം ഇങ്ങനെ കുറച്ച് റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റെം സെപ്പറേറ്റ് നോക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നാലും ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നതാണ്. സോ ദ സ്റ്റെം വിൽ ബി ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് റീജിയൻസ്. ഓക്കെ, ഇങ്ങനെ ചെറിയ ചെറിയ കമ്പാർട്ട്മെൻറ്റ്സ് പോലെ ചെറിയ ചെറിയ റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഈ സെപ്പറേഷൻ വരുന്ന പാർട്ട് ഉണ്ടല്ലോ, ഈ സെപ്പറേഷൻ വരുന്ന ഈ റീജിയൻസിനെ നമ്മൾ പറയുന്ന പേരാണ് നോഡ്സ്. ഓക്കെ, സ്റ്റെമ്മിൻ്റെ ഈ ഒരു സെപ്പറേഷൻ വരുന്ന ദാറ്റ് പാർട്ട് ഈസ് കോൾഡ് നോഡ്സ്. ഇതൊക്കെ നമ്മൾ സ്റ്റെം പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. നമ്മൾ ആ ഒരു പാർട്സ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് വന്നപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പറയുന്നതാണ് കേട്ടോ. സോ ദീസ് പാർട്സ് ആർ കോൾഡ് നോഡ്സ്. അപ്പോൾ ഇതൊരു നോഡ്, ദെൻ നെക്സ്റ്റ് നോഡ്, 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 ഇതൊക്കെ നോഡ്സ് ആണ്. ഓക്കെ, ഇനി അപ്പോൾ ഇത് ഒരു നോഡ്, ഇത് വേറൊരു നോഡ്. ഈ രണ്ട് നോഡിൻ്റെയും ഇടയിലുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ, അതായത് ഈ ഒരു പാർട്ട്, അതുപോലെ തന്നെ ഈ ഒരു പാർട്ട്, ഈ ഒരു റീജിയൻ. സോ ദ സ്പേസ് ബിറ്റ്വീൻ ടു നോഡ്സ് ദാറ്റ് ഈസ് നോൺ ആസ് internode. Okay, so we have studied two new terms here. So this part of the stem is called a node and the place between nodes is known as internode. ഈ ടേമുകളൊക്കെ നമ്മൾ ഇനിയും വരുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്, ഓർത്ത് വയ്ക്കുക. nodes and internodes. Then the speciality of nodes is that the branches will arise from these nodes. ബ്രാഞ്ചസ് എറൈസ് ചെയ്യുന്നത് എപ്പോഴും എവിടെ നിന്നായിരിക്കും? നോഡ്സിൽ നിന്നായിരിക്കും ഈ ഒരു ബ്രാഞ്ചസ് ഒക്കെ എറൈസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ബ്രാഞ്ചസ് വിൽ കണ്ടെയ്ൻ ലീവ്സ്, സംടൈംസ് ദേ വിൽ കണ്ടെയ്ൻ ഫ്ലവേഴ്സ്, ആൻഡ് ലേറ്റർ ദിസ് ഫ്ലവേഴ്സ് വിൽ ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട്സ്. സോ ഇറ്റ് ഈസ് ഫ്രം ദ node region. It is from this node region that the flowers and leaves will emerge. Flowers, leaves, branches ഒക്കെ എമർജ് ചെയ്യുന്നത് ഏത് റീജിയനിൽ നിന്നാണ്? ഈ ഒരു നോഡ് റീജിയനിൽ നിന്നാണ് ഇതെല്ലാം എമർജ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഓരോ സിസ്റ്റവും സ്റ്റെമ്മിൻ്റെ സിസ്റ്റം ആ ഒരു സ്ട്രക്ചറൊക്കെ പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. So there will be a root system and there will be a shoot system. Shoot systemത്തിലാണ് nodes, internodes, then stem, first stem, nodes, internodes, leaves, flowers, fruits, buds, ഇതെല്ലാം പ്രസൻ്റ് ആയിട്ടുള്ളത് ഷൂട്ട് സിസ്റ്റത്തിലാണ്.
സോ ദാറ്റ് ഇസ് ദ റൂട്ട് സിസ്റ്റം ആൻഡ് ഷൂട്ട് സിസ്റ്റം. നിങ്ങൾ നോട്ട്സ് ഇൻ്റർ നോട്ട്സ് ഇപ്പോൾ ഓർത്ത് ടെൻഷൻ പിടിക്കേണ്ട, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് നമ്മൾ സ്റ്റെമ്മിൻ്റെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ആ ടേംസ് ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പറഞ്ഞതാണ്. ഓക്കെ.